Galatians chapter 5 verse 25. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഓരോ അധ്യായവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഗലാത്യർക്കും മറ്റ് ദൈവസഭകൾക്കും എഴുതുന്നത്. ഒന്നാം അധ്യായത്തിൽ ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നു, ഒറ്റ സുവിശേഷമേ ഉള്ളൂ, വേറൊരു സുവിശേഷം ഇല്ല. പൗലോസായ ഞാൻ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ ഒറ്റ സുവിശേഷം, വേറൊരു സുവിശേഷം ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ഇന്ന് ഞങ്ങൾ പറഞ്ഞത് തിരുത്തി പറഞ്ഞാൽ, ഞങ്ങളും എന്താണ്? ശപിക്കപ്പെട്ടു. അപ്പം ഒറ്റ സുവിശേഷം എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് തിരുവെഴുത്ത് പ്രകാരം മരിച്ച് തിരുവെഴുത്ത് പ്രകാരം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ്. അവൻ യാഗമായി, അവരിൽ വിശ്വസിക്കുന്നവന് നിത്യ രക്ഷ ഉണ്ട്. കർമ്മക്രിയ മാർഗങ്ങളിലല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ ഉയർപ്പിൽ വിശ്വസിക്കുന്നവന് രക്ഷ പ്രാപിച്ച് നിത്യജീവൻ അവകാശമാകുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിനപ്പുറം വേറൊരു സുവിശേഷം ഇല്ല. ഇനി ഞങ്ങളാകട്ടെ, ദൂതന്മാരാകട്ടെ, വേറെ ആരെങ്കിലും അത് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? ശപിക്കപ്പെട്ട. അതങ്ങനെ തന്നെയാണ്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഈ സുവിശേഷം പറയാൻ എന്നെ ജന്മനാ ദൈവം എന്ത് ചെയ്തു? ഉദരത്തിൽ ഉരുവായ സമയം മുതൽ എന്നെ ദൈവം വേർതിരിച്ചു. ഇത് പറയാൻ ദൈവം എന്നെ എന്ത് ചെയ്തു? കണ്ടു. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നു. 2-ാം അധ്യായത്തിൽ ദൈവജനത്തോട് പറയുകയാണ്, നമ്മൾ ആ സുവിശേഷം പ്രാപിച്ചു, കിട്ടി, സ്വീകരിച്ചു, ഇനി എങ്ങനെ ജീവിക്കണ്ടേ? വിശ്വാസ ജീവിതം. എങ്ങനെ ജീവിക്കണം? വിശ്വാസ ജീവിതം. ആരില? കർത്താവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കണം. അപ്പം ഒറ്റ സുവിശേഷമേ ഉള്ളൂ. ആ സുവിശേഷം വേറെ ഒന്നുമില്ല. അതറിയിക്കാൻ ദൈവം എൻ്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ എന്ത് ചെയ്തു? കണ്ടു, വിളിച്ചു, വേർതിരിച്ചു. ആ കൃപ അനുഭവിപ്പാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ദൈവജനമേ, നമ്മുടെ ജീവിതം ഇനി നമ്മളല്ല ജീവിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിച്ച നമ്മൾ, ക്രിസ്തു നമ്മൾ കൂടെ വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? ജീവിക്കും. ഇനി നമ്മളല്ല, നമ്മുടെ പിടി ആർക്ക് കൊടുത്തിരിക്കുക? ക്രിസ്തുവിന് കൊടുത്തു. ഇനി എങ്ങനെ നമ്മൾ ജീവിക്കണ്ടേ? വിശ്വാസത്താൽ. അപ്പൊ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ എന്തിന്റെ ജീവിതമാണ്? ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ. ഉറക്കെ പറ, വിശ്വാസത്തിന്റെ ജീവിതം. വിശ്വാസത്തിന്റെ ജീവിതം. നമ്മൾ കൺമുമ്പിൽ പലതും കാണും, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ. കൺമുമ്പിൽ പലതും കാണാൻ ഫാക്റ്റാണ്, അത് ഘടകങ്ങളാണ്, അതിനെ തെറ്റ് പറയുന്നില്ല. പക്ഷെ അത് സത്യം എന്താണെന്നറിയാമോ? സത്യം വചനം പറയുന്നതാണ് സത്യം. കൺമുമ്പിൽ നമ്മൾ പലതും കാണും, പലതും കേൾക്കും, അത് അറിവ് കൊണ്ടും മറ്റേത് കൊണ്ടും അത് പറയുന്ന ഫാക്റ്റാണ്, ശരിയാണ്. പക്ഷെ യഥാർത്ഥ സത്യം എന്താന്ന് ചോദിച്ചാൽ, ട്രൂത്ത് എന്താന്ന് ചോദിച്ചാൽ, ബൈബിൾ എന്ത് പറയുന്നു, വചനം എന്ത് പറയുന്നു, അതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വചനത്തിൽ, ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വാസത്തിൽ. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് എത്ര കഷ്ടം വന്നാലും, പ്രതിസന്ധി വന്നാലും, പോരാട്ടം വന്നാലും, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം പോരാട്ടം ഉള്ളിടത്താണ്, പരീക്ഷ ഉള്ളിടത്താണ് ജയം വേണ്ടത്. പോരാട്ടങ്ങളും പരീക്ഷകളും ഉള്ളപ്പോൾ നീ വിശ്വസിക്കണം, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്നൊരു ദൈവമുണ്ട്. ലോകത്തിന്റെ കണ്ണിൽ പോരാട്ടം വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ നീ തകർന്നു പോയെന്ന, പക്ഷെ കർത്താവിന്റെ സത്യം എന്താ? വചനം പറയുന്നു, അതുള്ളപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം.
ജയത്തിന്റെ അർത്ഥം എന്താ? പരീക്ഷ ഇല്ലെന്നല്ല, പോരാട്ടം ഇല്ലെന്നല്ല. പരീക്ഷയും പോരാട്ടവും യുദ്ധം ഉള്ളവനാണ് ജയിക്കുന്നത്. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിന്റെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്നത് ആർക്കാ? പരീക്ഷ എഴുതാത്ത ആർക്കാണോ? പരീക്ഷ എഴുതിയവനാണ് ജയോ തോൽവി വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം പരീക്ഷകൾ അനുഭവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ കർത്താവിനാൽ വിശ്വാസത്താൽ നമുക്കൊരു ജയമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടെ കർത്താവിന് മഹത്വം കരയറ്റിയേ. സുവിശേഷത്തെ സ്വീകരിച്ച് യാത്ര തുടങ്ങിയ ക്രിസ്തീയ ജീവിതം അതെങ്ങനെ ജീവിക്കണം? വിശ്വാസത്തിൽ ജീവിക്കണം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, വിശ്വാസത്തിൽ ജീവിച്ചില്ലെങ്കിൽ വീണ്ടും അടിമത്തത്തിൽ നീ കുടുങ്ങിപ്പോകും. കാരണം വിശ്വാസത്താൽ അബ്രാം ഇറങ്ങി, ഒന്നുമില്ലാതെ ഇറങ്ങി തിരിച്ചത് അബ്രാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം അത് നീതിക്കായി കണക്കിട്ടു. ആ അബ്രാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികളായ നമുക്ക് വരേണ്ടതിനാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. 3-ാം അധ്യായത്തിൽ പറയുന്നു, ഈ സുവിശേഷം പറഞ്ഞ് നീ വിശ്വാസത്തെ ജീവിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അനുഗ്രഹം അനുഭവിക്കാനാണ്. അത് കൈവിട്ടു പോകരുത്. ഇപ്പൊ 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സുവിശേഷമുണ്ട്, ട്രൂത്ത്. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. വേറെ ആരെന്ത് പറഞ്ഞാലും, ഇനി ഞാൻ തന്നെ മാറ്റി പറഞ്ഞാലും ഞാൻ ശപിക്കപ്പെട്ടവൻ. പാരമ്പര്യ ക്രൈസ്തവ മണ്ഡലത്തിൽ പണ്ട് ആരാധിച്ചവർക്കറിയാം, അവിടെ ഒരു പാട്ടുണ്ട്, പൗലോസ്ലീഹാതൻ ധന്യം ചൊല്ലട്ടെ. ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി വേറെ ആരെങ്കിലും അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. ദൈവത്തിന് ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൾ ധന്യൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്താ അർത്ഥം? ഹല്ലേലൂയ. അപ്പം പൗലോസ്ലീഹ പറഞ്ഞു തുടങ്ങിയ, സ്ലീഹന്മാർ പറഞ്ഞു തുടങ്ങിയ കർത്താവിന്റെ സുവിശേഷമാണ്, അത് സത്യമാണ്. അത് തൊട്ട് അവസാനിപ്പിക്കുന്നവൻ ധന്യൻ. അതിനപ്പുറത്ത് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആ സുവിശേഷം അറിയിക്കാൻ പൗലോസിനെ ദൈവം വേർതിരിച്ചു. എന്നിട്ട് എങ്ങനെ ജീവിക്കണം? 2-ാം അധ്യായത്തിന് വിശ്വാസത്തിൽ ജീവിക്കണം. 3-ാമത് വിശ്വാസത്തെ ജീവിച്ചാൽ എന്താ കിട്ടുന്നത്? അബ്രാമിനെ അനുഗ്രഹിച്ച പോലെ ആ ബ്ലെസ്സിങ് അനുഭവിപ്പാനാണ്. ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അനുഭവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇപ്പൊ 2-ഉം 3-ഉം പറയുന്നു വിശ്വാസത്തിൽ ജീവിക്കണം. 4-ാം അധ്യായത്തിൽ പറയുന്നു നമ്മൾ ആരാ? ഒരു ഇത് പറയാ, നാം പുത്രനാണ്, നമ്മൾ മക്കളാണ്, ദത്തെടുത്ത മക്കൾ. അതായത് 4-ാം അധ്യായത്തിൽ അവസാനിക്കുമ്പോൾ വെറും മക്കളല്ല, അവകാശിയായ മക്കൾ. ഈ മക്കളും അവകാശിയായ മക്കളും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു, മക്കളും അവകാശിയായ മക്കളും. ഇപ്പൊ ഇവിടെ ഒരു കുഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞ് അവരുടെ വീട്ടിലെ അപ്പന്റെ മോനാണെങ്കിലും അവൻ അവകാശിയായ മകനല്ല. അവന്റെ പ്രായപൂർത്തിയാവുമ്പോൾ അവനിലേക്ക് എഴുതി കൊടുക്കുമ്പോഴാണ് അവൻ ആ പ്രോപ്പർട്ടിയുടെ എന്താവുന്നേ? അവകാശിയാവുന്നത്. അതേപോലെ പ്രായപൂർത്തിയാവുമ്പോഴാണ് അവനിലേക്ക് വരേണ്ട അവകാശം വരുന്നത്. ഹല്ലേലൂയ. ലോകത്തെ പ്രകാരം. പക്ഷെ യേശുക്രിസ്തുവിൽ ഇവിടെ പറയുന്നു, ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവൻ ഭക്തനായി മാറുകയല്ല, ദൈവത്തിന്റെ മകനായി മാറുകയാണ്. അല്ലെങ്കിൽ മകനും മകളുമായി മാറും. എങ്ങനത്തെ മകൻ? ഹല്ലേലൂയ. മക്കളെങ്കിലോ അവകാശികളാകുന്നു. ദൈവരാജ്യത്തിന്റെ അവകാശത്തേക്ക് രക്തം കൊടുത്ത് നിന്നെ ദത്തെടുത്ത് വിലയ്ക്ക് വാങ്ങിക്കേക്കാണ്. ഹല്ലേലൂയ. സാധാരണ ജനനം കൊണ്ടാണ് മകനാകുന്നത്. ഇവിടെ ജനനം കൊണ്ടെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുമ്പോൾ രക്തത്താൽ രക്തം എന്ന വില, വീണ്ടെടുപ്പ് വില. അതാണ് രക്തത്തിന്റെ വില. ഇത് രക്തവിലയാണ്. സ്വർണം വെള്ളി കൊണ്ടുവന്ന് അരിഞ്ഞു പോകുന്ന ലോകത്തിന്റെ വസ്തുക്കൾ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ നിർദോഷമായ നിഷ്കളങ്കമായ രക്തത്തിന്റെ വിലയാണ് കാൽവരിയിൽ എന്റെ കർത്താവ് ഒഴുക്കി തന്നത്. മൊത്തം വിലയും കൊടുത്ത് ഹല്ലേലൂയ. അവസാന തുള്ളി രക്തം വരെ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവസാനത്തെ തുള്ളി രക്തവും ഒഴുക്കി ആ വിലയും മാനവജാതിക്ക് കൊടുത്ത് നിന്നെ വാങ്ങി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, അന്യരായിരുന്നു, പരദേശിയായിരുന്നു, ദൈവമായിട്ട് ബന്ധമില്ലായിരുന്നു. ദൈവമേ എന്ന് പറഞ്ഞ് മാറി നിന്നു മുകളിലുള്ള ഏതോ ദൈവത്തെ നോക്കി ജീവിച്ച ഒരു സമൂഹത്തെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് നീ ഇനി അന്യനല്ല, നീ ഇനി പരദേശിയല്ല, അവകാശിയായ മക്കളാന്ന് പറഞ്ഞ് ദൈവരാജ്യത്തെ കൊണ്ട് സ്ഥാപിച്ചേക്കുക. ഹല്ലേലൂയ.
യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സകലരോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. വെറും ദൈവത്തിന്റെ മക്കളല്ല, അവകാശിയായ മക്കൾ. അതാണ് അബ്രാമിന്റെ ജീവിതത്തിൽ വെച്ചിട്ട് പറയുന്നു, ഹാഗാറിൽ ഹല്ലേലൂയ ഒരു തലമുറയുണ്ടായി, അത് ജഡത്തിന്റെ വാക്തത്വമില്ലാത്ത സന്തതിയാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അടുത്തത് ഇസ്ഹാക്ക് എന്ന സന്തതി ഉണ്ടായി, അത് ആത്മാവിന്റെ വാക്തത്വത്തിന്റെ സന്തതിയാ. അവനാണ് അവകാശമുള്ളത്. നമ്മൾ വാക്തത്വത്താൽ ആത്മാവിൽ ജനിച്ച സന്തതികളാണ്. വാക്തത്വത്തിന് ദൈവത്തിന്റെ മക്കളാണ്. വെറും മക്കളല്ല, അവകാശിയായ മക്കൾ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ പറഞ്ഞു, വെറും ഒരു ആത്മീയ ജീവിതമല്ല, അവകാശം പ്രാപിച്ചുള്ള ആത്മീയ ജീവിതമാണ്. നമ്മുടെ വീട് ദൈവരാജ്യം എന്ന കുടുംബമാണ്. ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവികമായ എന്ത് ബ്ലെസ്സിംഗ് ഉണ്ടോ അത് നമ്മുടെ അവകാശമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വെറും മക്കളല്ല, അവകാശിയായ മക്കൾ. ഉറക്കെ പറ, ഞാൻ അവകാശിയായ മക്കളാന്ന് പറഞ്ഞേ. അവകാശിയായ മക്കൾ. വിടുതൽ നിന്റെ അവകാശം, സൗഖ്യം നമ്മുടെ അവകാശമാണ്, നീതി, സമാധാനം, പരിശുദ്ധ നമ്മുടെ സന്തോഷം നമ്മുടെ അവകാശമാണ്. ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഈ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോൾ ATM കാർഡും കൊടുത്ത് ഒരു കൊച്ചിനെ വിടുന്ന പോലെ നമ്മളെ ദൈവം ഇവിടെ ആക്കിയേക്കുക. ഒന്നും അറിയാത്ത 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, LKG പഠിക്കുന്ന അങ്ങനത്തെ കുഞ്ഞായിട്ടല്ല ദൈവം കണ്ടിരിക്കുന്നത്. നിനക്ക് തന്നേക്കുക, നീ ചിലത് ഇട്ട് പ്രാപിച്ചെടുക്കുക. ദൈവരാജ്യത്തിന്റെ നന്മകൾ വിശ്വസിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും പ്രാപിക്കുക. ഇനി 5ാമത്തെ നമ്മൾ വായിച്ചതിലേക്ക് വരിക. അപ്പം 3ാം അധ്യായത്തിൽ 2-3 വായിക്കുമ്പോൾ വിശ്വാസ ജീവിതം, സുവിശേഷത്തെ അറിഞ്ഞ ജീവിതം, വിശ്വാസത്തിൽ ജീവിക്കണമെന്നാണ് പറയുന്നത്. 5ാം അധ്യായം എത്തുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കേറി പറയാണ്. എങ്ങനെ ജീവിക്കണം അറിയാമോ? ആത്മാവിനനുസരിച്ച് ജീവിക്കണം. അതിനെന്ത് പറഞ്ഞാണ്? ആത്മാവി ജീവിക്കണം. 5:1 വായിച്ചേ. 5:1 വായിച്ചേ. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. നീ അതിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ പിന്നെയും എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. ഇത്രയുള്ള വിഷയം. എല്ലാം നിനക്ക് അനുഭവിക്കാം, പക്ഷെ വീണ്ടും നീ അടിമനുഖത്തിൽ എന്ത് ചെയ്യരുത്? സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഈ സ്വാതന്ത്ര്യം മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പലതിലും കയറി കുടുങ്ങിപ്പോകും. ഹല്ലേലൂയ. എന്നിട്ട് ഇനി 16 തൊട്ടുള്ളത് വായിച്ചാൽ മതി. മെസ്സേജിലേക്ക് വരാം. 16 തൊട്ട്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ എന്താന്ന് പറയാൻ പോവാത്. ആത്മാവിനെ അനുസരിച്ച് 2-3 പറഞ്ഞു. എങ്ങനെയാണോ വിശ്വാസത്തിൽ ജീവിക്കും. ഇവിടെ പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഇനി താഴോട്ട് വേഗത്തിൽ വായിച്ചു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. ഇത് രണ്ടും വിരോധം. ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ എന്തുണ്ട്? ഒരു പോരാട്ടമുണ്ട്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നല്ല നടക്കുന്നത്. ഇത് തമ്മിൽ എന്താണ്? പ്രതികൂലം. ഫൈറ്റിംഗ് എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. നമ്മൾ ഏത് ക്രിസ്തു വിശ്വാസി മനസ്സിലാക്കണം, നമ്മുടെ പോരാട്ടം പുറത്തുനിന്ന് പൈശാചിക പോരാട്ടങ്ങൾ അടിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോരാട്ടം, ആദ്യം നടക്കുന്ന പോരാട്ടം ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ നമ്മിലൊരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടം നമ്മൾ ജയിച്ചേ പറ്റൂ. മറ്റത് വേറെ. നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതും ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, അത് വേറെ. ഇവിടെ ഉണ്ട്. ഇതാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറയുന്നത്. ഇത് തമ്മിൽ എപ്പോഴും പോരാട്ടമാണ്. ഇനി 18. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ. എന്നിട്ട് അങ്ങനെ ജഡത്തിന്റെ പ്രവൃത്തികൾ വിട്ടുകൊടുത്താൽ, ആത്മാഭിലാഷം ജയിക്കാതിരുന്നാൽ എന്തൊക്കെ സംഭവിക്കും? ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം,
ആ. ജാരശങ്ക, ആ. ക്രോധം, ആ. ശാഠ്യം, ആ. ദ്വന്ദ്വപക്ഷം, ആ. ഭിന്നത, ആ. അസൂയ, ആ. മദ്യപാനം, ആ. വെറുക്കൂത്ത് ആ. മുതലായവ എന്ന് വെളിവാകുന്നു. ഇതങ്ങോട്ട് വീണ്ടും എന്ത് ചെയ്യും? വെളിപ്പെട്ടു വരും. പ്രാപിച്ചത് സത്യസുവിശേഷം, വിശ്വാസത്തിൽ ജീവിക്കുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം, ബ്ലെസ്സിങ് പ്രാപിച്ചിരിക്കുക. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സ്വാതന്ത്ര്യം, വിശ്വാസത്താൽ കിട്ടിയ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാകരുത്. നിങ്ങൾ പിന്നെയും അടിമനുഖത്തിൽ എന്ത് ചെയ്യരുത്? കുടിയും. കാരണം ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ എന്നും ഒരു പോരാട്ടമുണ്ട് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ. അങ്ങനെ പോരാടുമ്പോ അത് തോറ്റുപോയാൽ, ജഡാഭിലാഷം ജയിച്ചാൽ, ഈ പറയുന്ന സംഭവം എല്ലാം വെളിവാകും, വെളിപ്പെട്ടു വരും. ഇപ്പൊ നമ്മൾ ആലോചിച്ച്, ഇത് എവിടെങ്കിലും വീണ്ടും വെളിപ്പെട്ടു വരുന്നെങ്കിൽ എവിടെ പ്രശ്നം? ഇത് തമ്മിൽ നടക്കുന്ന ഫൈറ്റിങ്ങിൽ ലവൻ ജയിച്ചു, അതുകൊണ്ടാണ് അത് വെളിപ്പെട്ടു വരുന്നത്. അതിനെന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ആത്മാവിനെ അനുസരിച്ച് നടക്കും. ഞാൻ അതിലേക്ക് വരാം. ഇനി അത് വായിച്ചു പൂർത്തീകരിച്ചു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. വീണ്ടും പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയുന്നു. ഇനി 22. ആത്മാവിന്റെ ഫലമോ? എന്നാൽ മറ്റവൻ ജയിച്ചാൽ, ആര്? ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലുള്ള യുദ്ധത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ നമുക്ക് പറ്റിയാൽ, ജയം ഇപ്പുറത്താണെങ്കിൽ അതിന്റെ ബ്ലെസ്സിങ് എന്തുവാ? ആത്മാവിന്റെ ഫലമോ? സ്നേഹം. അതിൽ നിന്ന് പുറത്തു വരാൻ പോവാ. മറ്റേതാ പുറത്തു വരുന്നേ. ഇതിപ്പോ എന്തോ ഒഴുകും? ഫലം എന്തോ ഒഴുകും? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. ഇതെല്ലാം അങ്ങോട്ട് ഫലം പോലെ പുറത്തു വരാൻ തുടങ്ങും. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 22. ആത്മാവിന്റെ ഫലം. എല്ലാവരും ശ്രദ്ധിച്ചോ. ആത്മാവിന്റെ ഫലമോ? സ്നേഹം, സന്തോഷം. ഉറക്കെ എന്ന് പറ. ആത്മാവിന്റെ ഫലമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. അടുത്തത് ഇന്ദ്രിയജയം. ഇത് പുറത്തു വരും. എന്നിട്ട് 24, 25 നമ്മൾ വായിച്ചു വരണം. ക്രിസ്തുവേശുവിലുള്ളവർ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. 25. അതാണ് നമ്മുടെ മെസ്സേജ്. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവി ജീവിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്തോ ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിശ്വസിക്കുക. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോ പറഞ്ഞു, ഞാൻ പോകാൻ പോവാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ എന്ത് ചെയ്യും? യോഹന്നാൻ 14 യോഹന്നാൻ 16 കിടപ്പുണ്ട്. ഞാൻ പോയാൽ സത്യത്തിന്റെ ഒരു കാര്യസ്ഥൻ എന്ന ആത്മാവ് എന്ത് ചെയ്യും? വരും. പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും. ആരാ വഴി നടത്തുന്നേ? ഇന്ന് ഈ ഭൂമിയിൽ നമുക്കുള്ളത് വഴി നടത്ത്, ആശ്വാസപ്രകാൻ, നമ്മളെ സഹായിക്കാൻ, നമ്മുടെ വഴികാട്ടി ആരാണ്? പരിശുദ്ധാത്മാവ്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിനടുക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടി മാത്രം വന്നു പോവുക മാത്രമല്ല, 24 മണിക്കൂർ 24/7 365 ദിവസവും വഴികാട്ടി നമുക്ക് അവൈലബിൾ ആണ് പരിശുദ്ധാത്മാവ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇനിയുള്ള മിനിറ്റുകൾ ഗൗരവത്തോടെ എടുത്താൽ ക്രിസ്തീയ ജീവിതം ഭയങ്കര അനുഗ്രഹമാകുമ്പോൾ അതിന്റെ പിന്നാലെ വാഗ്ദത്തങ്ങളുടെ നിറവേറുന്ന കാണാൻ പോവാം. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ വചനം പറയുന്നു, ദൈവാത്മാവില്ലാതെ ആർക്കും ക്രിസ്തുവിനെ കർത്താവെന്ന് പറയാൻ പറ്റത്തില്ല, യേശുവിനെ കർത്താവെന്ന് പറയാൻ പറ്റത്തില്ല. ആത്മാവ് കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. യേശുവിനെ സ്വീകരിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12 പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് വന്നു. ഇവിടെ ഇരിക്കുന്ന യേശുവിൽ വിശ്വസിച്ച എല്ലാവരുടെ ഉള്ളിൽ ഇപ്പൊ എന്തുണ്ട്? ഞാൻ പറയാൻ പോവാം. ജീവിക്കുന്നത് എങ്ങനെ പറയും? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്, ആത്മാവ് ഉള്ളിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനവും ആത്മീയ കൃപാദാനങ്ങളൊക്കെ കിട്ടാത്തത് ചിലപ്പോൾ നമുക്ക് വലിയ ചൈതന്യമായിട്ടോ കയ്യടിയായിട്ടോ വലിയ ആത്മാ ശരീരത്തിൽ അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാണത്തില്ല. പക്ഷേ ഒരു കാര്യം സത്യം, നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ്. യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കപ്പെടും. പാവങ്ങൾ കഴുകപ്പെടും.
യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണം, ഞാൻ പാപിയാണ്, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കുന്നു? പാപം എന്ത് ചെയ്തു? കഴുകപ്പെടും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പാപമാണ് കഴുകി മാറുന്നത്. പാപ സ്വഭാവ സിൻഫുൾ നേച്ചർ വീണ്ടും അവനുള്ളിൽ കിടപ്പുണ്ട്. ഒരാളുടെ പാപ സ്വഭാവത്തെ ദൈവം മാറ്റി ക്ഷമിച്ചു, രക്തത്താൽ കഴുകി, അവൻ ദൈവരാജ്യത്തിന് അവകാശിയാക്കി. യേശുവിനെ സ്വീകരിച്ചു, ദൈവവൈതലായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവനിൽ എന്ത് കിടപ്പുണ്ട്? സിൻഫുൾ നേച്ചർ, പാപ സ്വഭാവം കിടപ്പുണ്ട്. എല്ലാവരിലും ഉണ്ട്, നമ്മൾ എല്ലാവരിലും ഉണ്ട്. പക്ഷെ നമ്മുടെ പാപം ദൈവം എന്ത് ചെയ്തു? ക്ഷമിച്ചു. അറിവില്ലാത്ത കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം ദൈവം ഇനിയുള്ളതിനും കൂടെ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പക്ഷെ നമ്മളിൽ എന്ത് കിടപ്പുണ്ട്? പാപ സ്വഭാവം. അപ്പൊ യേശുവിനെ സ്വീകരിക്കുമ്പോൾ പാപം ക്ഷമിക്കപ്പെട്ടു, പാപ സ്വഭാവം എന്ത് ചെയ്തിട്ടില്ല? സിൻഫുൾ നേച്ചർ എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. അവിടാണ് ക്രിസ്ത്യ ജീവിതം വരുന്നത്. വിശ്വാസത്തിൽ നാം ആരംഭിച്ചു, വിശ്വാസത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു, അവൻ വിശ്വസിച്ചു, യേശുവിനെ സ്വീകരിച്ചു, വിശ്വസിച്ചു, അവന് സൗഖ്യം കിട്ടി, വിശ്വസിച്ചു, അവന് മുമ്പിൽ തടസ്സം നിന്ന കെട്ടുപൊട്ടി, ചില നന്മ കിട്ടി. യേശുവിനെ സ്വീകരിച്ചപ്പോ ഞാൻ നമുക്ക് ഒരിക്കൽ പറഞ്ഞത്, ഒരിക്കൽ കൂടെ ഏത് മനുഷ്യൻ, ഞാൻ നിർത്തി നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഏത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു 3 ഘടകമുണ്ട്. ജോഷി പാസ്റ്റർ, ഞാൻ ഇത് ശരീരമാണ്, ഇതിന്റെ അകത്ത് 2 സംഭവമുണ്ട്. എന്റെ വിചാരങ്ങളും എന്റെ വികാരങ്ങളും, അപ്പോൾ തന്നെ എന്റെ ആത്മാവും ചേർന്ന സംഭവം. അതാണ് ദേഹിയും എന്റെ ആത്മാവും. ഇത് പുറം ശരീരമാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹവും ദേഹിയും വിചാരവും വികാരവും ആത്മാവും ഉള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ താൽക്കാലികമായ ഈ ബോഡിയിൽ, ശരീരത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ താൽക്കാലിക ബോഡിയാണ്. അതാണ് കൂടാരമായ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോകുമ്പോൾ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞു. ഇത് കൂടാരമാകുന്ന ഒരു ഭൗമ ഭവനം. നമ്മൾ വീട്ടിൽ പോയി പാർക്കുന്ന പോലെ തന്നെ ഉള്ളൂ നമ്മുടെ ജോഷി പാസ്റ്റർ അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാവും വിചാരവും വികാരവും ഒക്കെ ഉള്ള ഒരു വ്യക്തി ഈ ഒരു ശരീരത്തിൽ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതാ നമ്മൾ മരിക്കുമ്പോൾ ഇത് ഇട്ടിട്ട് മറ്റേത് ആത്മാവ് വെളി പോകുന്നേ. അപ്പുറത്തെ വിചാരവും വികാരവും എല്ലാം കെട്ടാവും. ആത്മാവ് പോകുമ്പോഴേക്ക് ഈ ശരീരത്തിലെ വിചാരവും വികാരവും എല്ലാം കെട്ടായി. പിന്നെ നുള്ളിയാലോ പിടിച്ചാലോ ഒന്നും അറിയത്തില്ല, ഒന്നും തോന്നത്തില്ല. കാരണം ബോധവും പോയി. ഇത് എർത്തിലെ ഈ ബോഡിയാണ്, ഈ ഭൂമിയിലെ ശരീരമാണ്. അപ്പൊ യേശുവിനെ സ്വീകരിക്കുമ്പോ ഈ 3 വ്യക്തി ഇവിടെ ഇരിക്കുമ്പോ ഇത് ശരീരം, ബോഡി പുറത്ത് കാണുന്നത്, ഇത് വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ, അത് അവന്റെ ആത്മാവ്. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ഈ മനുഷ്യന്റെ ആത്മാവിലേക്ക് വന്നു. അവന്റെ പാപങ്ങളെ എന്ത് ചെയ്തു? കഴുകി ശുദ്ധീകരിച്ചു. ഇത് പുറത്തെ മനുഷ്യൻ, ശരീരം, കൈ, കാല്. പക്ഷെ ഇവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഇതിന് മാറ്റം വന്നില്ല. സിൻഫുൾ നേച്ചർ, പാപ സ്വഭാവം ഇപ്പോഴും എന്ത് ചെയ്തുണ്ട്? അപ്പോഴാണ് ഒരാൾ വന്ന് നുള്ളി. അപ്പൊ ഇവനല്ല ഈ കൈ പൊക്കുന്നേ, ഇവിടുത്തെ ഈ ചിന്തയാ. അവന് 2 എണ്ണം കൊടുത്തേക്ക്. സെൽഫ് പൊങ്ങി, ഉള്ളം പൊങ്ങി, ഇത് വന്ന് പൊക്കടാന്ന് പറയും. അപ്പോഴാണ് ഈ കൈ പൊക്കുന്നേ. ഇപ്പൊ എനിക്കിപ്പോ വെള്ളം കുടിക്കണമെന്ന് തോന്നി, എന്റെ കൈ പൊങ്ങിയല്ല വെള്ളം കുടിക്കുന്നേ, എന്റെ ഉള്ളത്തിൽ ദാഹം കയറി, എന്റെ വികാരം കയറി, ദാഹം കയറിയപ്പോഴാണ് എന്റെ കൈ വെള്ളത്തിലോട്ട് പോകുന്നത്. ഇത് തന്നെയാ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന ഈ പുറത്തെ ഈ കൈ പൊക്കുന്നതാണ്, പക്ഷെ കൈ പൊക്കിപ്പിച്ചത് ഇവിടുത്തെ പാപ സ്വഭാവമാണ്. ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്, മനസ്സിലാക്കാം. പക്ഷെ ഒരു വലിയ സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. അതാ പറഞ്ഞ ആത്മാവി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാവിനെ, യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം ഇനി എന്തോന്നറിയാം, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, മനുഷ്യന്റെ ആത്മാവിൽ വന്ന ദൈവാത്മാവ് വിചാരത്തെയും വികാരത്തെയും എല്ലാം കൺട്രോൾ ചെയ്യാൻ തുടങ്ങണം. ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ ഇതിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടു വരും. ഇനി ഞാൻ മെസ്സേജിലേക്ക് വരാം. ഹല്ലേലൂയ. അപ്പൊ ഒരുത്തൻ ക്രിസ്തുവിൽ വരുമ്പോൾ അവന്റെ പാപം ക്ഷമിച്ചു, പക്ഷെ പാപ സ്വഭാവം മാറിയിട്ടില്ല. അവിടാണ് ക്രിസ്ത്യ ജീവിതം തുടങ്ങുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്ന നാം എന്തിനെ അനുസരിച്ച് നടക്കണം?
നമ്മുടെ അകത്തെല്ലാം പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിന്റെ ഇൻഫ്ലുവൻസ്, അതാണ് കറക്റ്റ് വേർഡ്. ആത്മാവിന്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം. അല്ലെങ്കിൽ സിംഗ്, നമ്മൾ ഇവർ തമ്മിൽ സിങ്ക് ആവത്തില്ല. സിംഗ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും നമ്മളും തമ്മിൽ സിങ്ക് ആവണം. നമ്മൾ സാധാരണ പറയുന്നത് അവര് തമ്മിൽ ശരിയാത്തില്ല, സിങ്ക് ആവത്തില്ല. ബന്ധുക്കൾ രണ്ട് പിള്ളേർ വരുമ്പോ ഈ എത്രയല്ല ബന്ധുക്കളാന്ന് പറഞ്ഞാൽ ആ രണ്ട് പിള്ളേർ തമ്മിൽ ശരിയാത്ത കാണുമ്പോ വലിച്ചു കയറാൻ നിൽക്കും. എന്തോ നമ്മൾ പറയുന്നത് സിങ്ക് ആവത്ത്. നമ്മൾ പറയുന്ന വാക്ക് തമ്മി അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, ചേരത്തില്ല. ഇംഗ്ലീഷിലെ വാക്കാ. ഈ വാക്കിന് ഇംഗ്ലീഷിൽ എബ്രായറിൽ ഒരു ഇംഗ്ലീഷ് ബൈബിൾ ട്രാൻസ്ലേഷൻ എങ്ങനെ പറയുന്നത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനുമായിട്ട് സിങ്ക് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ഇൻഫ്ലുവൻസിൽ നടക്കുന്നവരായി മാറുക. അടുത്തിരിക്കുക, പരിശുദ്ധാത്മാവോട്ടൊന്ന് സിങ്ക് ആവണമെന്ന് പറഞ്ഞു. ആത്മാവുമായിട്ട് സിങ്ക് ആയ ബാക്കി എല്ലാം സിങ്ക് ആയിക്കോളും. കുടുംബജീവിതത്തിൽ എല്ലായിടത്തും അങ്ങനെ ശരിയാവുന്നില്ല പാസ്റ്റർ, സിങ്ക് ആവത്തില്ല. നമ്മൾ ആത്മാവോടൊന്ന് സിങ്ക് ആവുമ്പോ ആത്മാവ് വിട്ടുകളയാൻ പറയുമ്പോൾ നമുക്ക് വിട്ടുകളയാൻ പറ്റും. സിങ്ക് ആവത്തില്ല. ഏത് വിഷയം ആയിക്കോട്ടെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യുക? അനുസരിച്ച് നടക്കുക. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14 ഒന്ന് വായിച്ചേ. റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്ന ഏവരും, ഒന്ന് എല്ലാവരും എടുത്തോ. റോമൻസ് 8:14. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. വിശ്വാസത്തിൽ ദൈവമക്കളാണെങ്കിലും അതിന്റെ പൂർത്തീകരണം ലഭിക്കുന്ന ദൈവാത്മാവ് നടത്തുന്ന ഏവരും, those who led by the spirit of God, ദൈവാത്മാവിനാൽ നടത്തുന്നവർ. ഗോ മുന്നേറുക, ഒരിക്കലുള്ളതല്ല. വീണ്ടും 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 അതിന്റെ ഇൻഫ്ലുവൻസിൽ, സ്വാധീനത്തിൽ നമ്മൾ പോകും. അപ്പൊ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം ആയിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം നമുക്കുണ്ടായിരിക്കണം. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവമക്കൾ ആരാ? വിശ്വസിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാവാൻ അവന് അധികാരം കൊടുത്തു. അത് ആ അധികാരം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് നിലവിൽ വരുന്നത് എപ്പോഴാ? നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കി, നിയമം വന്നു, ശരിയാണ്. പക്ഷെ നിയമം വരണമെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ബോഡി, ഇവിടുത്തെ കലക്ടറോ RDOയോ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അതെന്തോ വരുന്നത്, അത് പ്രവൃത്തി പദത്തി വരുന്നത്. മറ്റേ ഓർഡറാണ്. അത് എക്സിക്യൂട്ട് ചെയ്ത് നടത്തുന്നത് ലോക്കൽ ബോഡിയാണ്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ദൈവത്തിന്റെ മക്കളാവുന്നു. ഈ റോമലേഖനത്തിൽ ഇത് മനോഹരമായി കിടപ്പുണ്ട്. റോമർ 8 എടുത്തേ, അതിന്റെ 8:5 വായിച്ചേ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ഉള്ളതും, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പം സമാധാനം പ്രാപിക്കണം, ജീവിക്കണം. പക്ഷെ എങ്ങനെ നമുക്ക് ലഭിക്കും? യേശുവിനെ വിശ്വസിച്ച സമാധാനം ഉണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു. യേശുവിനെ സ്വീകരിച്ച സമാധാനം ഉണ്ട്, സത്യം. ഇത് പ്രായോഗിക തലത്തിൽ എങ്ങനെ വരുന്നത്? ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇനി താഴോട്ട് 9 വരെ ഒന്ന് വായിച്ചേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുപ്പാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഇനി 13 തൊട്ട് 17 വരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതേ തന്നെ 8:13 തൊട്ട് 17 വരെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. കേട്ടോ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ. അപ്പൊ നല്ല ഒരു അനസ്തേഷ്യ നമുക്കുണ്ട്, ഉള്ളിൽ കിടപ്പുണ്ട്. ആ അനസ്തേഷ്യയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിനാൽ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആത്മാവി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു അനസ്തേഷ്യയുണ്ട്. ഇത് എവിടെ കൊണ്ട് കൊടുക്കണം? വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും നമുക്ക് ഇതിനെല്ലാം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തോ വേണം? അനസ്തേഷ്യ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ അനസ്തേഷ്യ തീരുന്ന സമയം വരും. അപ്പൊ വീണ്ടും അനക്കവും പൊങ്ങലൊക്കെ വരും, വീണ്ടും കൊടുത്തേക്കണം.
ചെയ്തില്ലേ? വലിയ സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർമാര് ഈ അനസ്തേഷ്യയുടെ അങ്ങോട്ട് എഫക്റ്റ് അങ്ങോട്ട് മാറുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി ബഹളവും കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനെ വരെ എന്തെങ്കിലുമൊക്കെ പറയും. അവരുടെ അപ്പുറത്തെ വേദന കൊണ്ടൊക്കെയാ പറയുന്നത്. എന്താണ്ടൊക്കെ പിന്നെ പിടിക്കുന്നില്ല പറ്റില്ല, ചായക്ക് മധുരമില്ല, അതില്ല ഇതില്ല, ഈ ഗ്ലാസ്സിലാണോ തരുന്നത്, കാരണം ഇല്ല, അതിന്റെ വേദന അങ്ങോട്ട് കൂടിയിട്ട് അതിന്റെ വേദന ഈ കിടന്ന് ഇൻഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേഴ്സ് വന്ന് വീണ്ടും ഒരു സാധനം കൂടെ കൊടുക്കും, വീണ്ടും ഒരു 8 മണിക്കൂറത്തേക്ക് പിന്നെ അവിടെ കിടക്കും. അപ്പൊ ഇതെന്താ, വീണ്ടും എന്ത് ചെയ്യുക, അവിടെ അടങ്ങിയിരിക്കട്ടെ. നേഴ്സിനും കുഴപ്പമാ, കൂടെ നിൽക്കുന്നവർക്കും പ്രശ്നം, അതുകൊണ്ട് ഇച്ചിരി നേരം അവിടെ കിടക്കട്ടെ. ഇത് തന്നെയാണ് ആത്മാവിനാൽ ജഡത്തെ എന്ത് ചെയ്യുക, ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇനി താഴോട്ട് വായിച്ചു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ നിങ്ങളോട് പറയുന്നു, ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, എന്തോ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ് നിന്റെ അകത്ത് വന്നിരിക്കുന്നത്. അതാ പറഞ്ഞ ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിൽ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഇത് മനസ്സിലാകണോ? ഈ ആത്മാവി നടത്തിയാലോ ഒരു വിഷയം വരുമ്പോ ഓടി അപ്പന്റെ അടുത്ത് വന്ന്, അപ്പാ എനിക്ക് ഇന്ന വിഷയമുണ്ടെന്ന് പറഞ്ഞ് ആബാ പിതാവേ എന്ന് വിളിക്കാൻ ഒരു ധൈര്യം വരണമെങ്കിൽ ആത്മാവി നടത്തുന്നവനാണ്. ഈ ബോധ്യം ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ? അയ്യോ അടിമയാണ്, ദാസനാണ്, എനിക്ക് ഒന്നുമില്ല, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ജഡത്തിന്റെ ചിന്ത. ആത്മാവിന്റെ ചിന്ത വരുമ്പോ ഞാൻ മകനാണ്, ആബാ പിതാവേ എന്റെ വിഷയം. ഓ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അതായത് ഈ പൂച്ചക്കുട്ടിയെ പോലെ ജീവിക്കുന്നതിനേക്കാൾ അപ്പുറം ആത്മാവിന്റെ സത്യം മനസ്സിലായ ഒരു സിംഹക്കുട്ടിയെ ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കാൻ പറ്റും. ഈ കാട്ടിലെ രാജാവായിട്ട് സിംഹം നിൽക്കാൻ കാരണം എന്താ? നമ്മൾ തന്നെ ഇവിടെ രണ്ട് കിക്ക് എടുത്ത് കൊടുത്താൽ ചാടി പോകുന്ന ആനയുള്ളൊരു ഇച്ചിരി ഉള്ളു. ആനയൊക്കെ ഒറ്റ അടി അടിച്ചാൽ മതി, സിംഹം പറന്ന് അപ്പുറത്ത് പോയി കിടക്കും. പക്ഷെ എന്നാലും കാട്ടിലെ രാജാവ് എന്താ, അവൻ അറിയാൻ തോക്കുന്നു. എന്നാലും നിൽക്കുന്ന നിപ്പ് കണ്ട ഏതാനയും തിരിച്ചു വരേണ്ടി കൂടി. അതാണ് ആ സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അവന്റെ മനോഭാവമാണ് അവനെ രാജാവാക്കിയത്. അല്ലാതെ ശക്തി കൊണ്ടാണോ? ആന ഒരാടി കൊടുത്താൽ മതി, തുമ്പിക്കൈ കൊണ്ട് ഒറ്റ കയറി അവൻ വേറിപ്പോവും. പക്ഷെ ആന തുമ്പിക്കൈ കൊണ്ട് വീശാൻ നിൽക്കുമ്പോഴും തൊട്ടു മുമ്പിൽ മരണം കണ്ടാലും അവൻ നിൽക്കുന്നൊരു നിപ്പിൽ അവൻ കിങ് തന്നെ. ആന തിരിച്ചു വരണ്ടോടും. ഇത് തന്നെയാണ് ഹല്ലേലൂയ. ആത്മാവിൽ ഈ സത്യം മനസ്സിലായ നീ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ധൈര്യത്തിന്റെ ആത്മാവ്. ഓ രാമ ശാദാരാധയ. അല്ല, വിശ്വാസത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. പക്ഷെ അത് വരണമെങ്കിൽ ആത്മാവ് ജീവിക്കുമ്പോൾ ധൈര്യത്തോടെ അടുത്ത് വരാൻ പറ്റും, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി താഴോട്ട് വായിച്ചു പൂർത്തീകരിച്ചു. നാം ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട്, ആ വാക്ക് ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിച്ച്. ആത്മാവ് താനും ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. സ്പിരിറ്റ് ഇംഗ്ലീഷിൽ വരും പറയാം. ഒരക്ഷരം വലിയ എസ്, അതാണ് ഹോളി സ്പിരിറ്റിന്റെ സ്പിരിറ്റ്, എസ്. മറ്റേത് സ്പിരിറ്റ് സ്മാൾ ലെറ്റർ എസ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് എന്ത് ചെയ്യും? സംസാരിക്കും. നീ ആരാ? ദൈവത്തിന്റെ മക്കളാ. നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിനോട് ഏത് ആത്മാവ് സംസാരിക്കും? ദൈവാത്മാവ് സംസാരിക്കും. നീ ആരാ? ദൈവം. അതാ ആത്മാവിനനുസരിച്ച് നടക്കാം. അപ്പോഴാണ് നമ്മൾ സടകൂടി എഴുതിയേൽക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ജഡത്തിന്റെ ചിന്തയായി. നമ്മൾ ആരാ? ഞാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ദൈവമക്കൾ എന്ന് പറയല്ലേ, ഉള്ളിൽ ചിന്തിക്കുക നമ്മൾ ആരാ? ദൈവമക്കളാ. പറ, ദൈവത്തിന്റെ മക്കളാ. നിങ്ങളുടെ അകത്തെ ആത്മാവ് താനും ദൈവാത്മാവ് സംസാരിക്കട്ടെ. ഇനി ആ 17 വായിച്ചേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. മക്കളെങ്കിൽ ഓർക്കണം, അവകാശമുള്ള മക്കളാണ്. അവകാശിയായ, ഇപ്പോ ജനിച്ച ശിശുവിന്റെ മക്കളല്ല, അവകാശിയായ മക്കളാണ്. ഈ സത്യം നിങ്ങളൊന്ന് തിരിച്ചറിയോ?
അതാ പൗലോസ് പറഞ്ഞേ, വിശ്വാസത്തിൽ സുവിശേഷം സ്വീകരിച്ചവരെ ആത്മാവിനെ അനുസരിച്ച് നടപ്പീ. നിന്റെ അകത്ത് മനുഷ്യന്റെ ആത്മാവിൽ ദൈവാത്മാവ് വന്നു. നീ ദൈവത്തിന്റെ അവകാശിയായ മകനാണ്. നീ ആ അവകാശം പ്രാപിക്കാനാണ് ഈ ഭൂമിയിൽ ഇനി നടക്കേണ്ടത്. അവന് മനസ്സിലാവും, അതനുസരിച്ച് നമ്മുടെ ലക്ഷ്യം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഒരുത്തനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം അകത്തൊരാത്മാവ് വന്നിട്ട് ദൈവരാജ്യത്തിന്റെ മകനും മകളോ ആ അവകാശം പ്രാപിക്കണമെന്ന് ചിന്ത വന്നാൽ അവൻ നിയന്ത്രിക്കാൻ തുടങ്ങും. അതനുസരിച്ച് ദേഹവും ദേഹിയിലേക്ക് വന്ന് വെളിപ്പെടാൻ തുടങ്ങും. അതിന് നമ്മളൊന്ന് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. കുറച്ച് അവകാശങ്ങൾ പ്രാപിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ഒരു നന്മ കിട്ടാൻ, അല്ലെങ്കിൽ ആവേശം കിട്ടാൻ, നമുക്ക് ന്യായമായി തടഞ്ഞു വെക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ നമുക്കൊരു ആവേശം തോന്നത്തില്ല എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ വെച്ച ചില നന്മ പിടിക്കാനായി അകത്ത് ദൈവാത്മാവ് നമ്മളോട് പറയാ, നീ മകനാണ്, നീ അവകാശിയാണ്, ഇവിടെ നിനക്ക് ചിലത് പ്രാപിക്കാനുണ്ട്. ഓ, കരങ്ങൾ അടിച്ച് കർത്താവിനെന്ന് മഹത്വം കയറേറ്റേ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന് ചില എക്സാമ്പിൾ ബൈബിളിൽ നിന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഒന്ന്, ചില കാര്യങ്ങളെ ദൈവം വിലക്കും. നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ വിലക്ക് അനുസരിച്ചാൽ അപ്പുറത്ത് വലിയ ഡോറ് തുറക്കാനാ. ചിലത് നോ എന്ന് ദൈവം പറയുന്നത് അപ്പുറത്ത് വലിയ ഡോറ് തുറക്കാൻ. രണ്ട് എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ച്. ഒന്ന്, അപ്പോസ്തലപ്രവൃത്തി 16 എടുത്തേ. അപ്പോസ്തലപ്രവൃത്തി 16. പൗലോസും ശീലാസും കർത്താവിന്റെ നാമത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഒരു ഉള്ളിൽ ഭയങ്കര ആഗ്രഹം, ഈ സുവിശേഷം വല്ലയിടത്തും എത്തണം. അപ്പോസ്തലപ്രവൃത്തി 16:6 ഒന്ന് വായിച്ചേ. 16:6. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രൂഗിയയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മതി, നിൽക്കേ. ദൈവാത്മാവ് എന്തോ വിലക്കിയേ? എന്തെങ്കിലും പാപം ചെയ്യരുത് നല്ല വിലക്കിയത്. നീ കുഴപ്പക്കേടാകെ ചാടാൻ പോവാ, അതുകൊണ്ട് അതല്ല വിലക്കിയത്. വിലക്കിയത് എന്തുവാ? ആസിയയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് ആണോ ദൈവാത്മാവ് വരെ വിലക്കി. ഇപ്പൊ ആസിയെ പോയി എന്ത് ചെയ്യണ്ട? വചനം പ്രസംഗിക്കണം. വചനം പ്രസംഗിക്കുന്നത് ദൈവ ഇഷ്ടമാണോ? ദൈവ ഇഷ്ടമാണ്. ദൈവതാണോ? ദൈവതാണോ? പക്ഷെ ഉള്ളിലെ ആത്മാവ് പറയുന്നത് ഓക്കെ, ദൈവത്തിന്റെ സുവിശേഷം എത്തണം, പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആസിയ വചനം പ്രസംഗിക്കും. ദൈവാത്മാവ് എന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു. മ്യൂസിയയിലെത്തി വിതുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവിടെ എന്ത് ചെയ്തില്ല? യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. അങ്ങനെ കിടക്കുമ്പോൾ 9 വായിച്ചാൽ മതി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷനെ അരികെ നിന്നു. നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി. രാത്രിയിൽ സ്വപ്നം കണ്ടൊരു മക്കദോന്യക്കാരൻ വന്നിട്ട് പറയാ, ഞങ്ങളെ വന്ന് സഹായിക്കാൻ. അപ്പൊ മനസ്സിലായി മക്കദോന്യയുടെ ഭാഗത്തേക്ക് പോകാനാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ദൈവം സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. എന്തിനാ നോ പറഞ്ഞത്? ഇപ്പുറത്തൊരു വേറൊരു പദ്ധതി ഉണ്ട്, അങ്ങോട്ട് ചെല്ല്. അപ്പൊ ഇത് അനുസരിക്കണമെങ്കിൽ എന്തോ വേണം? ഇതാണ് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുക. ജഡത്തിൽ ചിന്തിച്ചോ, ദൈവത്തിന്റെ വചനം പറയാൻ എന്തോ കുഴപ്പം? ഞാൻ ആശയിൽ പോയി അങ്ങ് പ്രസംഗിച്ചാൽ നല്ലല്ലേ? ദൈവരാജ്യത്തിന്റെ കാര്യമല്ലേ? അല്ല, നമുക്ക് ജഡത്തിൽ അങ്ങനെ തോന്നും. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നോ പറഞ്ഞു, അനുസരിച്ചു. ഇന്നടത്തോട്ട് പോകാൻ പറഞ്ഞു, അങ്ങോട്ട് ചെന്നു. അങ്ങനെ അവര് ഹല്ലേലൂയ അതിന്റെ 11 വായിക്കുമ്പോ അവരെവിടെ ചെന്നു? അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്നും കപ്പൽ നീക്കി നേരെ സമത്രോക്കയിലേക്ക് പിറ്റേന്നാൾ നവപ്പുലിയേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും അത്ര മതി. ഫിലിപ്പിയിലേക്ക് എത്തി. ഇനി അത് അവിടുത്തെ ഒരു പട്ടണമായിരുന്നു. ഇനി 13 തൊട്ടൊന്ന് വായിച്ച് 13 ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തെ ഇരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തൂയിത്തേരിയ പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളും അവിടെ ചെന്ന് പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു. പക്ഷെ പ്രാർത്ഥനാ സ്ഥലം കിട്ടിയില്ല. കാരണം മിനിമം പ്രായപൂർത്തിയായ ഒരു 10, 12, 10 നും 15 ഇടയ്ക്കുള്ള യഹൂദന്മാരുണ്ടെങ്കിൽ അവിടെ ഒരു സിനഹോ ഉണ്ടാവും. അവ അത്രയും പോലും പ്രായപൂർത്തിയായ ആരില്ല, സഹോദരന്മാരില്ലാത്ത കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഏരിയ. അപ്പൊ അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലവും ഇല്ല.
ആത്മാവ് പറഞ്ഞിട്ട് പോയതാ. പക്ഷെ പ്രാർത്ഥനാ സ്ഥലം അവിടെ എന്താ ഇല്ല. പക്ഷെ അവിടെ പുഴവക്കത്ത് നിൽക്കുന്നതോട് പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോ സംഭവിച്ചത് തുയഥൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടേ ഇരുന്നു. അവ വചനം പ്രസംഗിച്ചതിന്റെ കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്ന രക്താംബരം വിൽക്കുന്ന ഒരു സഹോദരി ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവുടെ ഹൃദയം തുറന്നു. ദൈവാത്മാവിന്റെ നിയോഗത്തിന് സ്റ്റെപ്പ് വെച്ചപ്പോ പെട്ടെന്ന് ഒരാളുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? തുറന്നു. ദൈവ നിയോഗത്തിൽ സ്റ്റെപ്പ് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോ തുറക്കേണ്ടത് ദൈവം തുറക്കും. ഇനി അടുത്ത് ശ്രദ്ധിച്ചോണം. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എന്റെ വീട്ടിൽ വന്നു പാർപ്പീനെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. മതി പറഞ്ഞപ്പോ അവിടെ സ്നാനം നടന്നു. ആ വീട്ടിൽ സഭ തുടങ്ങി. അതായത് യൂറോപ്പിന്റെ മണ്ണിലേക്ക് ഇതുവരെ അവിടെ കടന്ന് കറങ്ങിയവർക്ക് യൂറോപ്പിന്റെ ഭാഗത്തേക്ക് ഒരു ദൈവരാജ്യത്തിന് ഓപ്പണിംഗ് ദൈവം കൊടുത്തു. ആസിയയെ പോയായിരുന്നെങ്കിൽ അതേ നടക്കത്തുള്ളായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ആസിയയിൽ പോകരുത് എന്ന ആത്മാവ് നിർബന്ധിച്ച് എന്തിനാണെന്നറിയാമോ? ഇപ്പുറത്ത് ചില ഭയങ്കര വാതിൽ നിനക്ക് വേണ്ടി തുറക്കാനാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നീ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ വാതിൽ ദൈവം തുറന്നു തരും. ഇന്നെന്തിനാ ഈ മെസ്സേജ് പറയുന്നതെന്നറിയാമോ? വരും ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ കാത്തിരുന്നോ ആത്മാവ് നിന്നുള്ളിൽ സംസാരിക്കുന്ന ചില നിയോഗങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചോ, ദർശനങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചോ. നീ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത വാതിൽ നിനക്കായി ദൈവം തുറക്കും. അടഞ്ഞത് ദൈവം തുറക്കും. എന്തൊക്കെയോ കഴിഞ്ഞ നാളിൽ അടച്ചത് നീ ഭാരപ്പെടരുത്. പുതിയത് ദൈവം തുറക്കാനാ. ആരോടൊക്കെ ദൈവം ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ നാളിൽ അടഞ്ഞുപോയത്, കഴിഞ്ഞ നാളിൽ നോ കിട്ടിയത് ഭാരപ്പെടേണ്ട. ആത്മാവിനെ അനുസരിച്ച് നടന്നു. അടുത്ത പുതിയ വാതിൽ, അടുത്ത പുതിയ ഡോറ് നിനക്കായി ദൈവം തുറക്കും. ഇത് ഹല്ലേലൂയ ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ദൈവ നിയോഗത്തിന് സ്റ്റെപ്പ് വെക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നോ എന്ന് പറഞ്ഞ് അടഞ്ഞത് ഈ നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ കൂടാരത്തിന്റെ അകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ചില പുതിയത്, സംതിങ് ന്യൂ ഈ വരുന്ന 5-ാം മാസം മുതൽ പുതിയത് തുറന്നു വരട്ടെ. Be open. Whoa. യെസ്, ഈ സഭയ്ക്കകത്ത് ഞാൻ പ്രവചിക്കുന്നു, ഈ സഭയ്ക്കകത്ത് ഞാൻ പ്രവചിക്കുന്നു, ഈ ചിലതൊക്കെ പുതിയത് ഓപ്പണായി വരട്ടെ. ആത്മാവിനെ അനുസരിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി, ആത്മാവിൽ സ്റ്റെപ്പ് വെക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കാത്ത ഡോറുകൾ തുറക്കട്ടെ. വ്യക്തികളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ, വീടുകൾ തുറക്കട്ടെ. ദാരം 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 ദാര സേദികാരം ദവരം ലേഖ ചരരം ചവരം ദവര സേദിക രഥം ദാനം ധാര ശേബല ബന്ധര വച്ചവരം ദവരാമല വട്ടർ സേദിക രംജു റാമൽ കാരക്കസകരം ദേ ചിമ്പര ബന്ധര ഹേദിക രഗതും ശക്തിയോടെ ലേഖചാരം ദവരം ചവരെ കാരസന്തര ഭുച്ചവ രഗതും ഇല്ലവരം ദവരം ചേവരി ഗട്ട സഗതം ചവരം ലേഖവരം ദവരം ദവര ശേവര ബന്ധര വെത്തര വേലും നാവലഘട്ടം ദവരം ജവരം ശേവല ബന്ധര ബാലബനന്ദര നാവൽകാര യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കഴിഞ്ഞ നാളുകളിൽ ചിലതൊക്കെ അടഞ്ഞെന്ന് പറഞ്ഞ്, ചിലതൊക്കെ നോയാന്ന് പറഞ്ഞ്, നിന്റെ ആശയിലേക്കുള്ള യാത്ര പോലെ ചിലതൊക്കെ യാത്രകൾ മുടങ്ങിപ്പോയത്, ചിലതൊക്കെ സ്റ്റെപ്പ് വെച്ചിട്ട് തകർന്നു പോയത്, ചിലതൊക്കെ സ്റ്റെപ്പ് വെച്ചിട്ട് പിന്മാറിപ്പോയത്, നീ ഭാരപ്പെടേണ്ട. അപ്പുറത്ത് വേറൊരു ഡോർ തുറക്കാനാ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്കായി ആത്മാവിന്റെ വാതിൽ തുറക്കും.
എന്തോ ഇന്ന് പകൽ ചില വിടുതൽ നടക്കുക, ചിലതൊക്കെ തുറന്നു വരിക. കഴിഞ്ഞ നാളിൽ നിന്റെ മുമ്പിൽ അടഞ്ഞത്, കഴിഞ്ഞ നാളിൽ നിന്റെ യാത്ര മുടങ്ങിയത്, കഴിഞ്ഞ നാളിൽ നിന്റെ മുമ്പിൽ ബ്ലോക്ക് ആയത്, കഴിഞ്ഞ നാളിൽ നിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടത്, ഒരു പുതുവാതിൽ തുറക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആത്മാവ് ചിലതിനെ കൊണ്ടുവരും. പാവലം ഭയരിക്കണം തുറന്നിടുമേ അതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ അതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ വൈരിയൻ വാതിൽ അടച്ചിടുമേ ഓ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ വൈരിയൻ വാതിൽ പകരം തുറന്നിടുമേ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ വൈരിയൻ വാതിൽ വൈരിയുടെ വാതിലും ചില വാതിലും അടഞ്ഞത് ദൈവത്തിന്റെ വാതിൽ തുറക്കാനാ. ഒരു ഭയങ്കര ദൈവസാന്നിധ്യത്തിനകത്ത് നിൽക്കുകയാണ്. എന്തോ ഈ കൂട്ടത്തിൽ പരിശോധന സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രസൻസ് ശരീരത്തിൽ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തോ ഇന്നത്തെ മീറ്റിംഗിൽ ചില ദൈവം ഇതിനകത്ത് ചെയ്യാം. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ചിലതിന് ദൈവം ഉത്തരം തരാൻ പോവാം. കഴിഞ്ഞ നാളിൽ ചില അടഞ്ഞു പോയതിന് നീ ആത്മാവിനെ അനുസരിച്ച് നടന്നോ, പുതുവാതിൽ തുറക്കുന്ന ദൈവം. ആഴത്തിൽ ചിലതിന് ദൈവം തൊടുകയാണ്, ആഴത്തിൽ ദൈവം സ്പർശിക്കുകയാണ്. Lord, I pray right now, the presence of the Holy Spirit. പരിശുദ്ധാത്മാവ് ജനത്തെ തൊടണമേ, പരിശുദ്ധാത്മാവ് ജനത്തെ തൊടണമേ, പരിശുദ്ധാത്മാവ് ജനത്തെ തൊടണമേ. Lord, touch your people right now. Oh, Shiva la ba 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 ba. Your presence fill this place. La katani shabarodiya. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ദൂതനെ ഏറ്റെടുക്കാമോ? എനിക്ക് ചിലരെ തൊട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ട്. കാരണം ഒരു സഭാപാസ്റ്റർ അത്യാവശ്യം നിങ്ങളുടെ വിഷയങ്ങൾ അറിയാം. അതുകൊണ്ട് വീണ്ടും ഒരു ദൂത് പറയേണ്ട കാര്യമില്ല. ഞാൻ അതുകൊണ്ട് ഇറങ്ങി വരാൻ മടിക്കുന്നത്. അല്ല, നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇറങ്ങിച്ചില്ല. കാരണം അവരുടെ വിഷയം എനിക്കും അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ വിഷയങ്ങൾ പലപ്പോഴായി പ്രാർത്ഥനാ വിഷയം തന്നത് എഴുതിയിട്ടൊക്കെ എനിക്കറിയാം. അപ്പോൾ വീണ്ടും വെന്നൊരു ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, പാസ്റ്റർ അറിഞ്ഞിട്ട് പറഞ്ഞാലോ. അതുകൊണ്ടാണ് ഞാൻ വെന്ന ആരുടെ തലയിൽ തൊട്ട് ദൂത് പറയുന്നില്ല. ഇത് വചനത്തെ നിങ്ങൾ ഏറ്റെടുത്താൽ അതൊരു പ്രൊഫറ്റിക്കൽ വോയിസ് ആണ്. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. നിന്റെ ശിരസിന്മേൽ വന്നു വീഴുകയാണ്, നിന്റെ കൂടാരത്തിൽ വന്നു വീഴുന്നു. ഈ ദൂതിനെ പിടിച്ചോ. മന്ന വന്നു വീഴുന്ന പോലെ, മന്ന വന്നു പെയ്തിറങ്ങുന്ന പോലെ പ്രാവശ്യങ്ങൾ പെയ്തിറങ്ങുന്നു. റിസീവ് ഇറ്റ്. പ്രാപിച്ചോ, പ്രാപിച്ചോ. ഓ ബാ 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 ലാ ബാ ലാ ബാ ലാ ബാ ബാ ബാ. ഓ ശേലിയാ ലാ 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 ലാ. Your presence. ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. നല്ലൊരു ദൈവസാന്നിധ്യത്തിനകത്ത് നിറഞ്ഞു നിൽക്കുക. ആത്മാവിനെ അനുസരിച്ചാൽ അടുത്ത ഗുണം വാക്തത്വം നിറവേറും. പറ, വാക്തത്വം നിറവേറും. നീ കാണുമെന്ന് കാത്തിരുന്നത് ദൈവം കാണിക്കും. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ആ പുത്രന്റെ അവകാശം നീ പ്രാപിക്കും. ഇന്നു മുതൽ നമ്മൾ അനുസരിച്ച് നടക്കാൻ പോവാം. എന്തിനാ? എന്റെ അകത്ത് എന്തുണ്ട്? ദൈവത്തിന് ആത്മാവുണ്ട്. ഞാനിപ്പോ ആരാ? ആത്മാവ് നമ്മുടെ ആത്മാവോട് പറയാ, ദൈവാത്മാവ് നമ്മുടെ ആത്മാവ് പറയാ, നീ ആരാ? പുത്രനാ. ഞാൻ വീണ്ടും പറയുന്നു,
നിങ്ങളുടെ അകത്തുള്ള നിങ്ങളുടെ മനുഷ്യന്റെ ആത്മാവിന്റെ അകത്ത് യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്തോ വന്നേ? ദൈവാത്മാവ് വന്നു. ആ ആത്മാവ് താനോട് പറയാ, നീ ദൈവത്തിന്റെ മകനാ, നീ അവകാശിയാ, നിനക്ക് ഇനി ചിലത് പ്രാപിക്കാനുണ്ട്. കണ്ണടയുന്നതിന് മുമ്പ് അത് പ്രാപിക്കാൻ നീ ഇറങ്ങി തിരിച്ചോ, ആത്മാവിനെ അനുസരിച്ചോ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 25 മുതൽ ഒന്ന് വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം, Luke chapter 2 verse 25 following. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ താഴോട്ട്. യെരൂശലേമിൽ ഞാൻ വായിക്കുന്നത് കറക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് എടുക്കാൻ വേണ്ടി വരും. എനിക്ക് ഈ വചനം എല്ലാവരും ഒന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം കയ്യടിയിൽ മാത്രം പോകരുത്, അകത്ത് വചനം കയറണം. വചനം കയറിയാൽ വീട്ടിൽ ചെന്നാൽ ഇത് ഓർമ്മ വരും. ബൈബിൾ തുറന്ന് നോക്കാൻ പറയുന്നില്ല. ഒന്നുമില്ലേലും ഇത് ഏത് ഭാഗത്താണെന്നറിയാലോ. ബൈബിൾ തുറക്കുമ്പോൾ ഇടത്താണോ വലത്താണോ, അത് നമ്മുടെ ഉള്ളിലോട്ട് നീ കാണുന്നത് ഭയങ്കര ഇതുണ്ട്. നമ്മളതിൽ പലതും ഈ അധികം കാണരുതെന്ന് പറയാണ്. ഈ കാണുന്നത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? പറ, കാണുന്നത് നമ്മൾ എന്ത് ചെയ്യും? പുലി ആനയെ ഓടിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പം ഹൈ റേഞ്ച് പ്രദേശത്ത് ആന ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു കാണാം, വാർത്തയുണ്ട്. ഇത് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ വാർത്ത കണ്ടാലേ അന്ന് രാത്രി നിശ്ചയമായിട്ട് ഉറക്കത്തിൽ നമ്മൾ ആരോടിക്കും? ആനയും പുലി ഓടിക്കും. കറക്റ്റാ. അതാ ഇപ്പൊ ഞാൻ കണ്ടാലും ഓടിക്കും. പാസ്റ്ററാവാം ഇല്ല ഞാൻ, കാരണം ഇതെല്ലാം മനസ്സിൽ കയറി കിടക്കുക. അപ്പൊ നമ്മൾ യാത്ര പോകുന്നത് നമ്മളെ ഇട്ട് ഓടിക്കുന്ന പോലെ തോന്നും. കണ്ണ് ഉറക്കുമ്പോഴേ മനസ്സിലാകുന്നു ഓടിയതല്ല, നമ്മൾ കട്ടത്തിൽ തന്നെ കിടപ്പുണ്ട്. കാരണം ഇതെല്ലാം കണ്ട് 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 നമ്മുടെ ഉള്ളിൽ കിടക്കുക. അതേപോലെ തന്നെ ഒന്നുമില്ലേലും ഈ ധൃതിയിലിടയ്ക്ക് സ്ക്രീനിൽ നോക്കുന്നത് ഞാൻ തെറ്റ് പറഞ്ഞില്ല. ടെക്നോളജികളെല്ലാം നല്ല, ഞാൻ ടാബ് ഉപയോഗിക്കാറുണ്ട്, എല്ലാം ഉപയോഗിക്കും. ടെക്നോളജി ഒക്കെ ദൈവനാമത്തിന് ഉപയോഗിക്കണം. അപ്പൊ തന്നെ ഈ വചന അകത്തോട്ട് കയറുമ്പോ, അത് കാണുമ്പോ, ആ ബൈബിൾ വീണ്ടും തുറക്കുമ്പോ ആ പോർഷൻ നമ്മുടെ അകത്തോട്ട് കയറും. അതാ ഈ കാഴ്ചക്കുള്ള പവർ. ഇനി വായിച്ചോ. യെരൂശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യെരൂശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ശിമിയോൻ എന്ന മനുഷ്യൻ ഉണ്ടായിരുന്നു, നീതിമാനാണ്, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി വാഗ്ദത്ത മശിഹയെ കാത്തിരിക്കുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അവന്റെ മേൽ എന്തോ ഉണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ്. ആത്മാവ് എന്തുണ്ട്? വന്നു. ആത്മാവിന്റെ മേൽ ഉണ്ടോ? ഉണ്ട്. വാഗ്ദത്തം ഉണ്ടോ? വാഗ്ദത്തം ഉണ്ട്. പരിശുദ്ധാത്മാവ്. ഇനിയാണ് നമ്മൾ പറഞ്ഞ മനസ്സിലായി. ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച്. ദൂതുണ്ട്. ആത്മാവുണ്ട്. ഇതാണ് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ വചനത്തിന്റെ മർമ്മം പറയാം. ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാം ഉണ്ട്, ദൂതുമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ആൾ ഓക്കെയാ, ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത വചനം. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ആ ദൂത് എന്തുവാ? അവനുള്ള അരുളപ്പാട് എന്തുവാ? ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യത്തില്ല? മരണം കാണുകയില്ല. അപ്പൊ അതിന്റെ ക്രിസ്തു ജനിക്കേണ്ട സമയത്തെ ജനിക്കത്തുള്ളൂ. നിന്റെ ആയുസിനെ നീട്ടി തന്നാലും ക്രിസ്തുവിനെ നീ എന്ത് ചെയ്യും? കാണും. ഭയങ്കര വലിയ ദൂത് കിട്ടി. ആത്മാവ് ഉള്ള മനുഷ്യൻ. ഇനിയാണ് ക്രിസ്ത്യ ജീവിതം. വിശ്വാസമുണ്ടോ? വിശ്വാസം. ആത്മാവുണ്ടോ? വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിച്ചു. ഇനിയാണ് ആത്മാവിനെ അനുസരിച്ച് ക്രിസ്ത്യ ജീവിതം വിശ്വാസത്തിൽ നിന്ന് അതിന്റെ അടുത്ത തലത്തിലേക്ക് അനുസരിച്ച് നടക്കുന്ന അനുഭവത്തിലേക്ക് വരണം ആത്മാവിനെ. ഇനി അടുത്ത ശ്രദ്ധിച്ച 27. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. 27 അല്ലേ വായിച്ചേ അല്ലേ? അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. ആത്മാവിന്റെ ഗൈഡൻസ് ആണ്. ആത്മാവിന്റെ സിങ്കായപ്പോ ആത്മാവ് സിങ്കായി. സിങ്കാകുമ്പോ നമ്മൾ സിങ്ക് ആവാത്തപ്പോ ഞാൻ പറഞ്ഞാൽ, അത് സിങ്ക് ആയില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി. ചില യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് അങ്ങോട്ട് ക്ലിയർ അല്ലെങ്കിൽ ഈ സൂമി നമ്മുടെ ബൈബിൾ ക്ലാസ് വരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പാസ്റ്റർ കൈ കാണിക്കുന്നു, സംസാരം വേറെ, ശരിയല്ലേ? അവിടെ ആക്ഷൻ കഴിഞ്ഞാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. എന്താ തമ്മി സിങ്ക് ആവുന്നില്ല. നെറ്റിന്റെ ബാൻഡ്വിഡ്ത്തും ഈ കണ്ട വീഡിയോ തമ്മിൽ ഒരുപോലെ വരുന്നില്ല. വോയിസ് വേറെ സ്ഥലത്തോട്ട് പോകുന്നു. ഇപ്പൊ പ്രസംഗിച്ച് കഴിഞ്ഞു, ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴും വീഡിയോ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? പ്രസംഗിച്ചോണ്ടിരിക്കുന്ന പോലെ തോന്നും, സൗണ്ട് കേട്ടോണ്ടിരിക്കും. അതെന്താ? തമ്മി ഒരുപോലെ വരുന്നില്ല, സിങ്ക് ആവുന്നില്ല. അപ്പൊ ആത്മാവോട് സിങ്ക് ആവണം. നമ്മൾ മുമ്പേയും പോകരുത്, നമ്മൾ പിമ്പിലും ആകരുത്, ഒരുപോലെ ആയിരിക്കും. കേറി മുന്നോട്ടും പോകരുത്, പിന്നോട്ടും പോകരുത്, ബാലൻസ് സിങ്കായി. ഇവൻ സിങ്കായി.
ആത്മാവിന്റെ ഇൻഫ്ലുവൻസ് വന്നു, സ്വാധീനം വന്നു. ഒരിക്കൽ പറയാം, വീട്ടിൽ ഇരുന്നോണ്ടിരിക്കുക, എന്തോ പറയാം, ആത്മനിയോഗത്തോടെ. അപ്പൊ വെറുതെ ദേവാലയത്തിൽ ചെന്നല്ല, അന്ന് ഈ വീട്ടിൽ ഇരുന്നപ്പോ അവനൊരു ചിന്ത, ഇന്ന് ദേവാലയത്തിൽ പോകണം. വാക്തത്വം ദൂതും പരിശുദ്ധാത്മാവെല്ലാം ഉണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് വേണ്ട, ഇന്ന് ഇരിക്കുന്നില്ല, ഇന്ന് ഞാൻ വീട്ടിൽ ഇരിക്കുന്നില്ല, എന്തോ എനിക്ക് ദേവാലയത്തിൽ പോകണം. ആത്മാവ് അങ്ങോട്ട് ഖേമിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ഭാഷ പറയാം, വെള്ളം അങ്ങോട്ട് തിളച്ചു മറിയുന്ന പോലെ അകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ തുടങ്ങി, അകത്ത് സിങ്ക് ആകാൻ തുടങ്ങി. വീട്ടിലിരിക്കരുത്, ആലയത്തിൽ പോയിക്കോ. ഇതാണ് ആത്മ നടത്തിപ്പ് എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കുക എന്ന് പറയുന്നത്. ആത്മാവുണ്ടോ? ഉണ്ട്, പക്ഷെ ആത്മ നടത്തിപ്പാണ് ഇവിടെ കാണുന്നത്. ആത്മ നിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിൽ ചെന്നപ്പോ യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ, ഇതേ സമയത്ത് ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രിയ ചെയ്യാൻ അമ്മയപ്പന്മാർ നീ ആത്മനിയോഗത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയപ്പോൾ നിന്നോട് പറഞ്ഞ വാക്തത്വം നിന്നെ എതിരേക്കാൻ തുടങ്ങിയാണ്. ചില ആത്മനിയോഗത്തോടെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആദ്യം കണ്ടില്ലേലും ഭാരപ്പെടരുത്, വരും വരും, കൺമുമ്പിൽ വരും വരും. ഇവിടുന്ന് നീ യാത്ര തുടങ്ങിയപ്പോൾ അവിടുന്നും യാത്ര തുടങ്ങിയിട്ടുണ്ട്. കൺമുട്ടുന്ന ഒരു സമയമുണ്ട്, അതുവരെ നീ ആത്മനിയോഗത്തിൽ മുന്നോട്ട് വെക്കോണം. യേശുവിന്റെ അമ്മയപ്പന്മാർ യേശുവിനെ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റെപ്പ് വെച്ചപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവന് ഉള്ളിൽ വീട്ടിൽ നിയോഗം, ആത്മനിയോഗം സിങ്കാവാൻ തുടങ്ങി. ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങടാ, വാക്തത്വമുണ്ട്, ദൂതുണ്ട്, പക്ഷെ ഇപ്പൊ നീ ഇനി വീട്ടിൽ ഇരിക്കരുത്, ഇറങ്ങ. എന്താ? അവിടെ നിന്നക്കുള്ള വാക്തത്വം അവകാശം ചലിച്ചു തുടങ്ങി. നീ ആത്മാവിൽ വരുമ്പോ ആലയത്തിൽ വെച്ച് കണ്ടുമുട്ടും. നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു ആത്മസാന്നിധ്യം വരുന്നു. പ്രാർത്ഥിക്കാം. അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. അവനെ കയ്യിലേന്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സ്റ്റെപ്പ് വെച്ച് ആത്മനിയോഗത്തോടെ ആലയത്തിൽ ചെന്നപ്പോ യേശുവിനെ അങ്ങ് കിട്ടി. എന്റെ യേശു കർത്താവിനെ കിട്ടി. ആത്മനിയോഗത്തിൽ സ്റ്റെപ്പ് വെക്കുമ്പോൾ നീ കേട്ട ദൂത്, നാളുകൾക്ക് മുമ്പ് കേട്ട ദൂത് നിന്റെ കയ്യിൽ അവകാശമാക്കാൻ ദൈവം വിശ്വസ്തനാണ്.